സൗത്ത് ഹാൻഡ്ലൂം ഇക്കത്ത് കോട്ടണിൽ വരുന്ന കളക്ഷൻ. അതിൻ്റെ പേസ്റ്റൽ, അതായത് പേസ്റ്റല്ല, ലൈറ്റ് ചാർട്ട് കഴിഞ്ഞൊരു ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ റീസ്റ്റോക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഷെയ്ഡ്സ് വരണ കുറച്ച് ടൈം എടുക്കും. സോ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ഉണ്ടല്ലോ. ഗ്രീൻ ബേസ്, ബ്ലാക്ക്, ഒരു ഡാർക്ക് പീച്ച്, അതുപോലെ ഒരു യെല്ലോ ബേസ്ഡ് കളർ, അങ്ങനത്തെ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ്. വർക്ക് സെയിം തന്നെയാണ്. നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഹെവി ആയിട്ട് യോക്കിൽ ആ വർക്കൗട്ട് വരുന്ന ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാഷ്വൽ ഫോമിൽ യൂസ് ചെയ്യാം. നല്ല ഫാസ്റ്റ് മൂവിങ് പാറ്റേണും ഫാബ്രിക്കും ആണ്. സമ്മർ സ്പെഷ്യലാണ്. ഹാൻഡ്ലൂം കോട്ടൺ ആണല്ലോ. ഇതിൽ ഗ്രീൻ ആൻഡ് ആഷ് കോമ്പിനേഷൻസ് ആണ് ടോപ്പിൽ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പം ഒരു ആഷിൻ്റെ ബേസ് ആണ് കൂടുതലായിട്ടും ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നില്ലേ. ഈ ഒരു ലുക്കാണ്. യോക്ക് പോർഷൻ ഫ്രഞ്ച് നോട്ട്സും മിറേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള വർക്ക്. ദുപ്പട്ടയും ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ്. ഇതൊക്കെ നല്ല ബോട്ടമാണ്. നമുക്ക് ചെറിയൊരു ഓപ്പണിങ് കിട്ടി ഇങ്ങനെ ബട്ടണൊക്കെ സ്ട്രൈറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യുമല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് ബോട്ടത്തിന് നല്ല ആപ്റ്റ്. എങ്ങനത്തെ ബോട്ടത്തിന് വേണമെങ്കിലും നല്ല കട്ടിയൊക്കെയുള്ള നല്ല മെറ്റീരിയലാണ് ഇതിൽ ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഇതിലൊന്നും ഇപ്പോഴും 5-6 കളേഴ്സ് വരുന്നില്ല. 4 കളർ ഷീറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഓരോ ടൈം വരുമ്പോഴും ഈ സെറ്റ്സുകൾ വരിക. ഇക്കത്ത് കോട്ടൺ ആണ്, സൗത്ത് ഹാൻഡ്ലൂം ഇക്കത്ത് കോട്ടൺ. യോക്ക് സെയിം. ഇതൊരു യു ഷേപ്ഡ് നെക്കാണ് യോക്കിൽ ചെയ്തേക്കുന്നത്. ഇതാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. പാറ്റേൺസ് സെയിം വിത്ത് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം പെയർ ചെയ്തേക്കുന്നു. ഇതൊക്കെ വാഷ് ചെയ്യുമ്പം ഈ കോട്ടൺ ബേസ് ആയതുകൊണ്ട് തന്നെ കളർ ഗാർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കളർ ഗാർഡ് യൂസ് ചെയ്യണം. ആൻഡ് സെപ്പറേറ്റ് ആയിട്ടിട്ട് തന്നെ വാഷ് ചെയ്യണം. ഇങ്ങനെ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഇതൊക്കെ ഡൈ ചെയ്തൊക്കെ വരുന്നതും. ഇതുണ്ടല്ലേ, നല്ല കളർ ഷീറ്റ്സ് ആണ്. മാക്സിമം ഇങ്ങനെ കോട്ടൺ ബേസ് ആയിട്ട് വരുന്ന ഐറ്റംസ് ഒന്നും വാഷ് ചെയ്യാതെ യൂസ് ചെയ്യണം. എന്നാലിപ്പം മാർക്കറ്റിൽ ഈ സ്വെറ്റ് പാഡ്സ് കിട്ടും. അത് ഓൾമോസ്റ്റ് എല്ലാ ലേഡീസ് സ്റ്റോഴ്സുകളിലും കിട്ടും. അതും വലിയ റേഞ്ച് ഒന്നുമില്ല. അപ്പം അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ ആ ഒരു പുതുമയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളർ തന്നെ നിൽക്കും, ലാസ്റ്റും ചെയ്യും, ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. ഇതാണ് ഇങ്ങനെ വരും ഇതിൻ്റെയൊക്കെ ലുക്ക് വന്നിട്ട്, വിത്ത് ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെ വരുന്ന ബോട്ടം. ഇതിൻ്റെ പ്രൈസ് 1240 സോ അപ്പോൾ ലാസ്റ്റ് കളർ ഈ ഒരു കൈൻഡ് ഓഫ് യെല്ലോ മിക്സ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടതിൽ നിന്നും കമ്പാരിറ്റീവ്ലി എല്ലാം ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല കംഫോർട്ട് ലെവൽ കിട്ടുന്നതാണ്. ദുപ്പട്ടയിൽ എല്ലാത്തിലും ഓരോ ഡിസൈൻസിലും ഓരോരോ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഇക്കത്ത് കോമ്പിനേഷൻസ്, ചിലതിൽ മൾട്ടി കളേഴ്സ് കുറേ കോമ്പിനേഷൻസ് വരുന്നുണ്ട്, ചിലതിൽ 2 കോമ്പിനേഷൻസ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് വിത്ത് ടാസൽസ് ആൻഡ് സെയിം ടൈപ്പ് ഓഫ് ബോട്ടം. ഇത്രയും കളേഴ്സേ വരുന്നുള്ളൂ. ഒരു ബഡ്ജറ്റാണ്. ആൻഡ് ഇതിനൊക്കെ നമ്മൾക്ക് അധികം ഡിസൈൻസ് അല്ല, ഇതെല്ലാം നമ്മുടെ കംഫോർട്ടാണ്. ഇതിൽ ഈ ടൈപ്പ് ഫാബ്രിക്കിൽ നോക്കേണ്ടത് നല്ല കംഫോർട്ടായിട്ടുള്ള കാഷ്വൽ ഫോമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ് ആണ്. സോ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്തൊന്നും ഒരുപാട് പീസസ് നമ്മുടെ ഇല്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ വാട്സപ്പ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തത്. സോ ഈസി ആയിട്ട് വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യാം. 1240 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതല്ലാതെ വേറെ പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ ഫോമിൽ യൂസ് ചെയ്യാനും കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട്. അപ്പം വീഡിയോസും ജസ്റ്റ് വാച്ച് ചെയ്യുക, പേജസ് ഫോളോ ചെയ്യുക. താങ്ക്